നമസ്കാരം. വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫുഡ് പ്ലസിന്റെ മില്ലറ്റ് ഹോം എന്ന പ്രോഗ്രാമിനെ കുറിച്ചും ആ പ്രോഗ്രാമിന്റെ പ്രത്യേകതയെക്കുറിച്ചും ആ പാക്കേജിന്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ്. ഒപ്പം ഈ ഒരു പാക്കേജിനെ ബേസ് ചെയ്തുകൊണ്ടൊന്ന് ഫോക്കസ് ചെയ്താൽ 2026 ഓഗസ്റ്റ് 30 കംപ്ലീറ്റ് ആകുന്ന സമയം കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു 1 ഡേ ഫ്ലൈറ്റ് ട്രിപ്പ്, ടോട്ടൽ എൻജോയ്മെന്റ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റ് യാത്ര നടത്താൻ സാധിക്കുന്ന, ടോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്യുന്ന, 1000 രൂപ പോക്കറ്റ് മണി ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു മനോഹരമായ ഒരു ഫ്ലൈറ്റ് ട്രിപ്പ്. ആ ഒരു ഫ്ലൈറ്റ് ട്രിപ്പിനേക്ക് എങ്ങനെ നമുക്ക് തയ്യാറാകാം, ആ ഫ്ലൈറ്റ് ട്രിപ്പ് എങ്ങനെ നമുക്ക് വിൻ ചെയ്യാം, നമ്മുടെ കൂടെയുള്ള ഓരോ സുഹൃത്തുക്കൾക്കും പെട്ടെന്ന് വിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നത്. ഫുഡ് പ്ലസ് മില്ലറ്റ് ഹോം അല്ലെങ്കിൽ അൺബോക്സിംഗ് പാക്കേജ് 13,522 രൂപ മൂല്യമുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ കവർ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ്, ഒരു പാക്കേജാണ്. 8,400 രൂപയ്ക്കാണ് പാക്കേജ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ 12 എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ ഉണ്ടാകും, ഒരു ടിക്കി ടാക്ക ഉണ്ടാകും, അതുപോലെ തന്നെ റാഗിയുടെയും മണിച്ചോളത്തിന്റെയും ബെനിയാഡിന്റെയും ബ്രൗൺ ടോപ്പിന്റെയൊക്കെ മില്ലറ്റ് പൗഡറുകൾ ഉണ്ടാകും, മക്കായ് കോക്ക് ഉണ്ടാകും, ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉണ്ടാകും, എം ഫിറ്റ് ഉണ്ടാകും, മിലോ കോക്ക് ഉണ്ടാകും. അതുപോലെ നിരവധി ഉൽപ്പന്നങ്ങൾ, ഏതാണ്ട് 15ഓളം ഉൽപ്പന്നങ്ങളാണ് അതിൽ കവർ ചെയ്തിരിക്കുന്നത്. എല്ലാം നമുക്ക് നിത്യോപയോഗം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റിന്, അല്ലെങ്കിൽ ലഞ്ചിന്, അല്ലെങ്കിൽ ഡിന്നറിന് നമുക്കൊരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ. അതിൽ എംബ്രോ ഗോൾഡിന്റെ മാത്രം ഉപയോഗം പറയുകയാണെങ്കിൽ ആക്റ്റീവ് ന്യൂട്രീഷൻ ഫോർ മോഡേൺ ലൈഫ്, ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകേണ്ട എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്ന ഒരു ഫോർമുലയാണ് എംബ്രോ ഗോൾഡ്. അത് സ്ഥിരമായി ഉപയോഗിക്കുക വഴി നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ്, നല്ല ഫൈബർ ഉള്ളത് കൊണ്ട് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് നല്ലതാണ്, ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അലർജി ഒന്നും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാവാനില്ല. ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്, കാരണം അതിന്റെ ഗ്ലൈക്കമിക്സ് ഇൻഡെക്സ് വളരെ കുറവാണ്. പ്രോട്ടീൻ നന്നായിട്ടുണ്ട്, ആവശ്യമായ അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാറ്റഗറി ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും, സ്കിൻ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും, വെയിറ്റ് ലോസിന് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലമേഷനെ റിഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, പലതരത്തിലുള്ള പോഷക കുറവുകൾ, അത് പരിഹരിക്കാൻ ഇതിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ സാധിക്കും. ചെറിയ ഗ്രെയിൻസ്, ചെറുധാന്യങ്ങൾ, അതിലൂടെ ലഭിക്കുന്ന വലിയ ബെനിഫിറ്റ് അതാണ് 9 മില്ലറ്റുകളും ബദാമും കാഷ്യൂനട്ടും ചെറുപയറും ബാർലിയും മുതിരയും എല്ലാം ചേർത്ത് സമീകൃതമായി തയ്യാറാക്കിയിരിക്കുന്ന എംപ്രോ ഗോൾഡ് എന്ന ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത. ഒരു ദിവസം 20 ഗ്രാം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ, അത് നിത്യേന ഉപയോഗിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന ശാരീരിക ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ്. ഈ സാഹചര്യം, ഈ പാക്കേജിൽ 12 എംപ്രോ ഗോൾഡുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് വലിയ തോതിൽ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഈ ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് ഒരു പാക്കേജായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത്? ആ പാക്കേജിനെ ഒരു പ്രൊമോഷണൽ പാക്കേജായിട്ട് ഡിസൈൻ ചെയ്താൽ സാമ്പത്തികമായിട്ട് നമുക്ക് എത്രയെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന്, അൺബോക്സിംഗ് പാക്കേജ് 8,400 രൂപയും, മാർക്കറ്റ് പ്ലേസിന്റെ ആക്സസ് സ്ലോട്ട് ഒരു 1,400 രൂപയും, ഒരു 11 എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ മാർക്കറ്റ് പ്ലേസിലേക്ക് വാങ്ങിയിടാൻ വേണ്ടി 7,700 രൂപയും, ഇങ്ങനെ ഒരു 17,500 ഒരു പാക്കേജ്. ആ പാക്കേജായിട്ട് നമുക്ക് ഇതിനെ ഏറ്റെടുക്കാൻ സാധിച്ചാൽ, മാർക്കറ്റിംഗിൽ ആ ഒരു പാക്കേജ് നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചാൽ, ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന പ്രോസസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വരാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ വളരെ വലുതാണ്. 17,500 രൂപ മുതൽ മുടക്കുമ്പോൾ 12 എംപ്രോ ഗോൾഡുകളും 15 പ്രൊഡക്റ്റുകളും ഏകദേശം 13,522 രൂപ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കഴിഞ്ഞില്ല, മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ വാങ്ങിയിട്ടിരിക്കുന്ന യൂണിറ്റുകൾ ഓരോ മാസവും ഒരു യൂണിറ്റ് എന്ന രൂപത്തിൽ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരും. അങ്ങനെ വരുമ്പോൾ
ഏകദേശം 20 എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് കിട്ടും. അതായത് ഈ പാക്കേജ് എടുക്കുക എന്ന പ്രോസസ്സിൽ മാത്രം സാമ്പത്തികമായ വലിയൊരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കും. 20 മാസം എംപ്രോ ഗോൾഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 14,000 രൂപ അതിന് മൂല്യം വരുന്നുണ്ട്. 13,522 ഉൽപ്പന്നങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ 27,522 രൂപ മൂല്യം വരാവുന്ന ഒരു പാക്കേജിനെയാണ് നമുക്ക് 17,500 നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ പാക്കേജ് എടുത്താൽ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ലാഭം കിട്ടുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് മാസ് ലിമിറ്റിലാണ് നമുക്ക് ആ ലാഭം എടുക്കാൻ സാധിക്കുക. അങ്ങനെ മാസ് ലിമിറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ സമയത്ത് ഒരു 1,400 രൂപ കൊടുത്തിട്ട് മാസ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യണം. ഇത് മാത്രമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. വേറൊന്നും ഈ പാക്കേജ് എടുക്കുന്ന ഒരാൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാനില്ല. സോ വളരെ വ്യക്തമായ ഏതൊരാൾക്കും ക്ലാരിറ്റിയോട് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാക്കേജാണ് 17,500 രൂപ മുതൽ മുടക്കിയാൽ ഈ സിസ്റ്റം നമുക്ക് ലഭിക്കുന്നത്. ഇനി എന്തിനാണ് ഈ 17,500 മുതൽ മുടക്കി ഈ പാക്കേജ് നമ്മൾ എടുക്കേണ്ടത്? സിസ്റ്റം 17,500 മുതൽ മുടക്കി നമ്മൾ പാക്കേജിലേക്ക് കടന്നു വരുമ്പോൾ 10 ബിസിനസ് വോളിയം ആഴ്ച വരുമാനത്തിന് വേണ്ടി കൗണ്ട് ചെയ്യും. അതുപോലെ മാർക്കറ്റ് പ്ലേസിൽ 10 ലെവലിലേക്കുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടത്തും. എത്ര യൂണിറ്റിന്? 11 യൂണിറ്റിന്. മാർക്കറ്റ് പ്ലേസ് ആക്സസ് ലോട്ട് എടുക്കുമ്പോൾ 10 ലെവലിലേക്കുള്ള ഇൻകം കൊടുക്കുന്നുണ്ട്. ഓരോ യൂണിറ്റ് വാങ്ങുമ്പോഴും ഏത് ലെവലിൽ നിന്നാണോ ആ യൂണിറ്റിന്റെ ബൈ നടന്നത് ആ ലെവലിനനുസരിച്ചുള്ള ഇൻകം നമുക്ക് ലഭിക്കുകയും ചെയ്യും. സോ 2 കാര്യങ്ങളാണ് ഇൻകത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരൊറ്റ പേയ്മെന്റിൽ സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അതിനൂതനമായ ഒരു സാങ്കേതിക വിദ്യ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായ ഒരു അൽഗോരിതം ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം നമ്മുടെ മാർക്കറ്റിലേക്ക് ലഭ്യമായിരിക്കുകയാണ്. നമുക്ക് ഒരാൾക്ക് എത്ര പാക്കേജ് വാങ്ങാൻ സാധിക്കും? ഒരു പാൻ കാർഡിൽ ഒരൊറ്റ ID മാത്രമേ നമുക്ക് സാധിക്കൂ. ഓൺലി 1 ID. എന്നാൽ ആ ഐഡിയിൽ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് എത്ര യൂണിറ്റുകൾ വാങ്ങാൻ സാധിക്കും? ട്രേഡർ ക്യാൻ ബൈ അൺലിമിറ്റഡ് യൂണിറ്റ്സ് ഫോർ എംപ്രോ ഗോൾഡ് ഫോർ ട്രേഡിംഗ്. നമ്മൾ ഇനീഷ്യലി 11 യൂണിറ്റ് വാങ്ങുന്നു. പിന്നീട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ യൂണിറ്റ് വാങ്ങാം. അത് വളരെയധികം ഗുണകരമായിരിക്കും. മാർക്കറ്റ് പ്ലേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. 700 ഗ്രാം വരുന്ന ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 700 രൂപ മാത്രമാണ്. സോ ഒരേ ഒരു ID മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കൂ. അതിൽ കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് വാങ്ങാം. ഉൽപ്പന്നങ്ങൾ റീപർച്ചേസിലൂടെ നമുക്ക് വാങ്ങാം. റെഗുലർ പർച്ചേസിലൂടെ നമുക്ക് വാങ്ങാം. അതൊരു മന്ത്ലി ഇൻകത്തിന് കാരണമായി തീരുകയും ചെയ്യും. 10 ലെവൽ ഇൻകം എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റുകൾ വാങ്ങുമ്പോഴും ലെവൽ 1ൽ 21 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹം 17,500 രൂപയുടെ ഒരു പാക്കേജ് എടുക്കുന്നു. അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ A ടീമിലാണ് എങ്കിൽ അവിടെ 10 ബിസിനസ് വോളിയം കൗണ്ട് ചെയ്യപ്പെടും. മാർക്കറ്റ് പ്ലേസിൽ അദ്ദേഹം ഒരു യൂണിറ്റ് വാങ്ങി. അപ്പൊ തന്നെ നമുക്ക് 21 രൂപ കിട്ടും. കാരണം നമ്മൾ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരാളാണ്. ലെവൽ 2ൽ 14 രൂപ കിട്ടും. ലെവൽ 3, 4 ഇവിടെയാണെങ്കിൽ 7 രൂപ വെച്ച് കിട്ടും. അപ്പൊ ലെവൽ 2ഉം ലെവൽ 3ഉം ലെവൽ 4 ഒക്കെ എപ്പോഴാണ് വരിക? നമ്മൾ പരിചയപ്പെടുത്തിയ ഒരാളുടെ കെയർ ഓഫിലാണ് ഈ പാക്കേജ് വന്നതെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് വന്നതെങ്കിൽ, ഇങ്ങനെ നമ്മുടെ സ്പോൺസർഷിപ്പ് എല്ലാം നമ്മുടെ ലെവൽ 1 ആണ്. അപ്പോ ഒരാളെ നമ്മൾ നേരിട്ട് പരിചയപ്പെടുത്തുന്ന സമയത്ത് 10 ബിസിനസ് വോളിയം നമ്മുടെ A ടീമിൽ നടന്നു. ഒരു യൂണിറ്റ് വാങ്ങിയപ്പോൾ 21 രൂപ കിട്ടി എങ്കിൽ 11 യൂണിറ്റുകൾ അവിടെ വാങ്ങപ്പെടുന്നുണ്ട്. അപ്പോ 231 രൂപ നമുക്ക് അവിടെ വരുമാനം ലഭിക്കും. നോക്കൂ, ഒരു പാക്കേജ് മാർക്കറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു 10 പാക്കേജ് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാലോ? നമ്മുടെ ഡയറക്ട് റെഫറിൽ 10 ആളുകൾ വഴി 11 യൂണിറ്റുകൾ ഓരോരുത്തരായി വാങ്ങുകയാണ്. ഇപ്പൊ ലെവൽ 1 മാത്രം നമുക്ക് എത്ര കിട്ടും? 231 ഗുണം 10 2,310 രൂപ നമുക്ക് വരുമാനം ലഭിക്കും. എവിടെ നിന്ന്? മാർക്കറ്റ് പ്ലേസിൽ മാത്രം. 10 പാക്കേജ് എന്ന് പറയുമ്പോൾ A ടീമിൽ 5ഉം B ടീമിൽ 5ഉമായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സുകൾ പ്ലേസ് ചെയ്യുമ്പോൾ ആ പരിചയപ്പെടുത്തൽ വഴി ഓരോന്നിനും 10 ബിസിനസ് വോളിയം വീതം 50 ബിസിനസ് വോളിയം A ടീമിലും 50 ബിസിനസ് വോളിയം B ടീമിലും സംഭവിക്കും. സോ 50 ബിസിനസ് വോളിയത്തിന്റെ മാച്ച് നടന്നു. 50 സ്കോർ പോയിന്റുകൾ ജനറേറ്റ് ആയി. ഒരു സ്കോർ പോയിന്റിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് വരുമാനം നേടിയെടുക്കാനും സാധിക്കും. ഇവിടെ 10 ഡയറക്ട് റെഫറൽ എടുക്കുമ്പോൾ മാർക്കറ്റ് പ്ലേസിൽ ഒരു മന്ത്ലി റവന്യൂടെ നമുക്ക് സ്റ്റാർട്ട് ആകുന്നുണ്ട്.
ആ മന്ത്ലി റവന്യൂ ബേസ് ചെയ്ത് ഒരു സാലറി പോലെ ആ മാസം 5-ാം തീയതി നമുക്കൊരു വരുമാനം കിട്ടും. വളരെ കൃത്യമായ ഒരു പ്ലാനിങ് അതിനുവേണ്ടി സിസ്റ്റം വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഒരേ ഒരു ആക്ടിവിറ്റി 17,500 പാക്കേജ് മാർക്കറ്റ് ചെയ്തു. പക്ഷെ അത് സിസ്റ്റത്തിൽ പല ഭാഗത്ത് പല രൂപത്തിൽ കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നു. വീക്കിലി ഇൻകത്തിന് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു, മാർക്കറ്റ് പ്ലേസ് ലെവൽ ഇൻകത്തിന് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു, മന്ത്ലി റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. ഓഗസ്റ്റ് 30-ാം തീയതിക്കുള്ളിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലൈറ്റ് ട്രിപ്പ്, ഒരു 1 ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റ് ട്രിപ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. നോക്കൂ, വളരെ കണക്റ്റഡ് ആയിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഒരുപക്ഷെ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഏത് മാർക്കറ്റ് പ്ലാനിനോടും കിടപിടിക്കാവുന്ന ഒരു ആശയം. അതിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? നമ്മൾ കൊണ്ടുവരുന്ന ബിസിനസ്സുകൾ ഓരോന്നും വീക്കിലി ഇൻകത്തിന് വേണ്ടി ബൈനറി പ്ലാനിൽ എ ടീമിനും ബി ടീമിനുമായിട്ട് രജിസ്റ്റർ ചെയ്യാം. അതേസമയം അത് മാർക്കറ്റ് പ്ലേസിൽ ഒരു ലെവൽ പ്ലാൻ ആയിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ലെവൽ പ്ലാനും വർക്ക് ചെയ്യുന്നുണ്ട്, ബൈനറി പ്ലാനും വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടും ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ ബിസിനസ്സുകളാണ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് പോകേണ്ടത്. രണ്ട് ആശയവും ഒരേ സമയമാണ് 17,500 എന്ന പാക്കേജിൽ സംഭവിക്കുന്നത്. രണ്ടിലും ആക്ടിവിറ്റി ഉണ്ടാകും, രണ്ടിലും നമുക്ക് പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഫ്ലൈറ്റ് ട്രിപ്പിന് വേണ്ടിയുള്ള കാൽക്കുലേഷൻ എങ്ങനെയാണ്? 17,500 പാക്കേജ് എ ടീമിൽ ഒന്നും ബി ടീമിൽ ഒന്നും നടന്നാൽ ഒരു ജോഡി ബിസിനസ്സായി. ഒരു ജോഡി ബിസിനസ്സിന് 2000 മാർക്കുകൾ ഫ്ലൈറ്റ് ട്രിപ്പിലേക്ക് കിട്ടും. അപ്പൊ ഇവിടെ 5 ബിസിനസ് എ ടീമിലും 5 ബിസിനസ് ബി ടീമിലും ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ നടത്തി. അത് കറക്റ്റ് പൊസിഷനിലാവണമെന്നൊരു നിർബന്ധവുമില്ല. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാച്ച് ചെയ്തിരിക്കുന്ന ആ വാല്യൂ ഏത് രൂപത്തിലാണ് മാച്ച് ചെയ്തിരിക്കുന്നതെന്ന്. എ ടീമിലും ബി ടീമിലും ഓരോ ബിസിനസ് നടക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ 2000 മാർക്കുകൾ ഒരു ജോഡിക്ക്. അപ്പൊ 5 ജോഡിക്ക് 10,000 മാർക്ക്. 10,000 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ട്രിപ്പ് കിട്ടും. സോ 17,500 എന്ന പാക്കേജിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്ലൈറ്റ് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഒപ്പം ബൈനറി ഇൻകം ആയിട്ട് നമുക്ക് എത്ര നേടാൻ സാധിക്കും? എ ടീമിൽ എത്ര ബിസിനസ് വോളിയം നടന്നു, ബി ടീമിൽ എത്ര ബിസിനസ് വോളിയം നടന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബൈനറി ഇൻകത്തിന്റെ കാൽക്കുലേഷൻ കടന്നു വരുന്നത്. 50 സ്കോർ പോയിന്റ് അവിടെ ജനറേറ്റ് ആവുന്ന നമുക്ക് കണ്ടു. ഈ 50 സ്കോർ പോയിന്റ് ജനറേറ്റ് ആകുമ്പോൾ ഒരു സ്കോർ പോയിന്റ് 100 രൂപ വില ഉണ്ടെങ്കിൽ 5000 രൂപയുടെ വരുമാനമായി. ഒരു സ്കോർ പോയിന്റ് 100 രൂപയുണ്ടെങ്കിൽ 5000 രൂപ വരുമാനമായി. നോക്കൂ എത്ര ബ്രില്യൻ്റ് ആണ് ആശയത്തിന്റെ ഒരു പ്രസക്തി എന്ന്. നമുക്ക് കൃത്യമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സോ നമ്മൾ അത്തരത്തിൽ 5000 രൂപ വരുമാനം വാങ്ങി 100 രൂപയാണെങ്കിൽ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ദിവസം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ക്ലോസ് ചെയ്യുന്ന സമയത്ത് 300 രൂപയായിരുന്നു ഒരു സ്കോർ പോയിന്റിന്. എങ്കിൽ 50 സ്കോർ പോയിന്റ് എത്ര കിട്ടും? 15,000 രൂപ കിട്ടും. എത്രയെന്നുള്ളത് ആഴ്ചത്തെ വരുമാനത്തെ ബേസ് ചെയ്തിരിക്കും. ഏറ്റവും മിനിമം വാല്യൂ കൂട്ടിയാൽ മതി. ഒരു 100 രൂപ കൂട്ടുന്നു എങ്കിൽ 5000 രൂപ നമുക്ക് ആഴ്ചയിൽ വരുമാനം നേടാൻ സാധിക്കും. കഴിഞ്ഞില്ല, ഈ ഓഫർ പീരീഡിൽ ഓഗസ്റ്റ് 30-നുള്ളിൽ 50 സ്കോർ പോയിന്റ് നേടിക്കഴിഞ്ഞാൽ ഒരു സ്കോർ പോയിന്റ് 100 രൂപ വെച്ച് എക്സ്ട്രയും കിട്ടും. അപ്പൊ വീണ്ടും ഒരു 5000 രൂപയുടെ നമുക്ക് ലഭിക്കും. നോക്കൂ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ചെറുതാണ്, പക്ഷെ അതിനെ ബേസ് ചെയ്ത് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾക്കുള്ള ഒരു അവസരമാണ് കമ്പനി ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ ആ അവസരത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതുകൂടാതെ നമുക്ക് ഒരു 1000 രൂപ പോക്കറ്റ് മണിയായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ട്രിപ്പിൽ നമ്മുടെ എക്സ്പെൻസിന് വേണ്ടി, പേഴ്സണൽ എക്സ്പെൻസുകൾക്ക് വേണ്ടി ട്രിപ്പിൽ എല്ലാ തരത്തിലുള്ള യാത്രാ ചെലവുകൾ, എല്ലാ തരത്തിലുള്ള ഫുഡ്, ബിവറേജസ്, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകൾ, ഫ്ലൈറ്റ് ടിക്കറ്റുകൾ അതെല്ലാം അവൈലബിൾ ആണ്. അതുകൂടാതെ അല്ലാതെ ചില എക്സ്ട്രാ ബെനിഫിറ്റിനൊക്കെ വേണ്ടിയിട്ട്, എക്സ്ട്രാ എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് ഒരു 1000 രൂപ പോക്കറ്റ് മണിയും തരും. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഈ പാക്കേജ് എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ തയ്യാറായാൽ എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും. ഇനി ഈ പാക്കേജിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ബണ്ടിലായിട്ട്, ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഈ ബോക്സ് നമ്മുടെ സുഹൃത്ത് എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരൻ എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി എടുത്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ്, ഒരു അൺബോക്സിംഗ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുക, ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഉറപ്പാണ് കഴിക്കേണ്ട ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന്റെ സാഹചര്യവും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിന്റെ ആനുകാലിക പ്രസക്തിയും ബോധ്യപ്പെടുത്തി കൊടുത്താൽ വന്നിരുന്നവരിൽ പലരും ഈ പാക്കേജ് എടുക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ് മാർക്കറ്റിന്റെ റെസ്പോൺസ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ
നമ്മളൊരു പാക്കേജ് എടുത്തു, നമ്മുടെ വീട്ടിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ആവശ്യമായ 2 പേരെ കണ്ടെത്താൻ സാധിക്കും, അല്ലെ? ആ 2 പേരും അവരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തിയാലോ? അവർക്ക് ആവശ്യമായ ബിസിനസ്സുകൾ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ കൃത്യമായ ഒരു ബിസിനസ് വോളിയം നടക്കും. നമുക്ക് വേണ്ടിയുള്ള 5 ജോഡി ബിസിനസ് ഈ ഹോം മീറ്റിങ്ങുകളിലൂടെ നടത്താൻ സാധിക്കും. സോ ഓഗസ്റ്റ് 30-നുള്ളിൽ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വളരെ ചെറിയ എഫേർട്ട് മാത്രം ചെയ്താൽ മതിയാവും. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, പ്ലാനിങ്ങോട് കൂടിയുള്ളതായിരിക്കണം. അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യം സംഭവിക്കും. 10 ബിസിനസ് വോളിയം നടക്കുന്ന സമയത്ത് നമ്മുടെ റാങ്ക് ബ്രോൺസ് റാങ്കിലേക്ക് എത്തി. അപ്പോ നമ്മൾ കടന്നു വന്നു, നമ്മൾ ഈ മാസത്തിൽ തന്നെ ബ്രോൺസ് റാങ്ക് ആയി. കഴിഞ്ഞില്ല, നമ്മുടെ കൂടെ ഉള്ളവരും സെയിം സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ അവരും ബ്രോൺസ് റാങ്ക് ആകും. ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് നോക്കി, അത് എത്ര ബ്രോൺസ് റാങ്ക് ഉണ്ടാവും? ഫസ്റ്റ് നിൽക്കുന്ന ആളാണ് നിങ്ങൾ എന്ന് വിചാരിക്കൂ. നമ്മൾ ബ്രോൺസ് റാങ്ക് ആയി. തൊട്ട് താഴെ നിൽക്കുന്ന എ ടീമിൽ വന്ന ആൾ, അദ്ദേഹം ബ്രോൺസ് റാങ്ക് ആയി. അതിന്റെ ബി ടീമിൽ നിൽക്കുന്ന ആൾ, അദ്ദേഹം ബ്രോൺസ് റാങ്ക് ആയി. കണ്ടോ? ഇനി ബി ടീമിലേക്ക് വന്നാലോ, അവിടെ തൊട്ട് താഴെ നിൽക്കുന്ന ആളുടെ താഴെ നിൽക്കുന്ന ആൾ, അദ്ദേഹം ബ്രോൺസ് റാങ്ക് ആയി. അപ്പൊ ബ്രോൺസ് റാങ്കുകൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. അങ്ങനെ എ ടീമിലും ബി ടീമിലും 5 ബ്രോൺസ് റാങ്കുകളെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ ഒരു മാസത്തിൽ ശ്രമിച്ചാലോ, ഈ മാസം തന്നെ നമുക്ക് സിൽവർ റാങ്കിലേക്ക് എത്താൻ സാധിക്കും. സോ ബ്രോൺസും സിൽവറും ഒരേ സമയം പെട്ടെന്ന് വിൻ ചെയ്യാൻ സാധിക്കും. ടീമിൽ കൃത്യമായ ഒരു ഫോക്കസോടെ പ്രവർത്തിച്ചാൽ ഈ ഒരു സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഡിസംബർ 7-ാം തീയതിയാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാവിലെ 10:26-നാണ്. ഒന്ന് ശ്രമിച്ചാൽ ഡിസംബർ അല്ല, ഓഗസ്റ്റ്, എനിക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി. ഓഗസ്റ്റ് 7-ാം തീയതിയാണെന്ന്. ഇന്ന് കൃത്യമായി ഈ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കുക. ഓഗസ്റ്റ് 30-നുള്ളിൽ നമുക്ക് ഈ ഒരു പാക്കേജിന്റെ മൂവ്മെന്റിലൂടെ മാത്രം വളരെ വലിയൊരു ബിസിനസ് ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കാനും ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത 100% ഓർഗാനിക് ആയിട്ടുള്ള ശുദ്ധിയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവരുടെയും നമ്മുടെയും ആരോഗ്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. സോ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഓർഗാനിക് ഫുഡ്, അതാണ് ഫുഡ് പ്ലസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ നമുക്ക് ലഭിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ വെങ്ങോല എന്ന പ്രദേശത്താണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എല്ലാം എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഈ ഉൽപ്പന്നം ഇന്ന് നിരവധി ആൾക്കാർ വളരെ ആവേശത്തോടു കൂടി സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ക്വാളിറ്റി അത്രമാത്രം അഷ്വർ ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഈ കമ്പനിയുടെ ഒരു മോട്ടോ ഉണ്ട്. ആ മോട്ടോ ഇതാണ്: ടു ഈറ്റ് ഈസ് എ നെസസിറ്റി. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. 3 നേരവും ഭക്ഷണം കഴിക്കുന്ന ആളുകൾ എല്ലാ മേഖലയിലും കാണാൻ സാധിക്കും. വിരളം എന്ന് വേണ്ടി പറയാം. അതും സമൂഹത്തിന് അറിയില്ലാത്തത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമായിരിക്കാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭക്ഷണമില്ലാത്ത ആൾക്കാർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഈറ്റ് ഇന്റലിജന്റ്ലി, ബുദ്ധിപരമായ ഭക്ഷണം. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം, ബുദ്ധിപരമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം, സമീകൃത ആഹാരം കഴിക്കുന്ന ഒരു ശീലം നമ്മളിൽ എത്ര പേർക്കുണ്ട്? അതുണ്ടാക്കിയെടുക്കാൻ ഫുഡ് പ്ലസ് എന്ന ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് സാമ്പത്തിക നേട്ടങ്ങൾക്ക് കൊയ്യാം. ഈ ഓഗസ്റ്റ് മാസം 30-ാം തീയതി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം, ഒരു ഫ്ലൈറ്റ് യാത്ര, അതിനുള്ള അവസരം കമ്പനി ഒരുക്കി തരികയാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം ഒരുക്കി തരികയാണ്. അതൊരു തുടക്കത്തിന് കാരണമായി തീരുകയാണ്. സോ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.